ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യം ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. US പുതിയ താരിഫിൻ്റെ ഭയത്തിൽ വീണ്ടും മാർക്കറ്റ് ശക്തമായ ഇടിവാണ് രേഖപ്പെടുത്തിയത്. നിഫ്റ്റി 50 ഇന്ന് 25,876 ക്ലോസ് ചെയ്തപ്പോൾ 263 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. മോർ ദാൻ 1% ഇടിവാണ് നിഫ്റ്റിയിൽ ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 59,686 നിൽക്കുമ്പോൾ 304 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 1,202 പോയിൻറ്റ്സ് ഇടിഞ്ഞ് 60,222 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 357 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 17,601 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 10.60 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 84,180 ക്ലോസ് ചെയ്തപ്പോൾ 780 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 3,701 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ഇന്നും സെല്ലിങ്ങിലേട്ടാണ് 3,367 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു FII നടത്തിയത്. ഇന്നലെ അതെക്കാട്ടിയും ഒരിരട്ടിയോടെ സെല്ലിംഗ് ആയിരുന്നു ഇന്ന് FII നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ എബോവ് 3% ഫോൾ നടത്തി. നിഫ്റ്റി എനർജി, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സും എബോവ് 2% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഓട്ടോ എന്ന് 28,414 ക്ലോസ് ചെയ്തപ്പോൾ 277 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 1,033 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,729 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 27,672 ക്ലോസ് ചെയ്തപ്പോൾ 180 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി FMCG 483 പോയിൻറ്റ്സ് കുറഞ്ഞ് 53,010 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയറിന് 14,808 ക്ലോസ് ചെയ്തപ്പോൾ 206 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 179 പോയിൻറ്റ്സ് കുറഞ്ഞ് 9383 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 37,920 ക്ലോസ് ചെയ്തപ്പോൾ 768 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 20 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കണ്ടത്. 1,437 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ എന്ന് 11,132 ക്ലോസ് ചെയ്തപ്പോൾ 392 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 338 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,582 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,968 ക്ലോസ് ചെയ്തപ്പോൾ 323 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 182 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8585 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 894 ക്ലോസ് ചെയ്തപ്പോൾ 15 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് ഉണ്ടായത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 439 കമ്പനികൾ മാത്രമേ ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി 2,470 കമ്പനികളും ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2025 ഫെബ്രുവരിയിൽ 23,508 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,876 നിൽക്കുമ്പോൾ 10.07% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷം മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജനുവരി 26,129 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,876 നിൽക്കുമ്പോൾ 0.97% ഫോളാണ് ഇതുവരെ കാണാൻ സാധിച്ചത്. ഇന്നായിരുന്നു കൂടുതൽ ഫോള് ഉണ്ടായത്. ഈ ആഴ്ച നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 26,250 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 26,178 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 26,140 ക്ലോസ് ചെയ്തു. ഇന്ന് തേഴ്സ്ഡേ 25,876 ക്ലോസ് ചെയ്തത്. ഈ ആഴ്ച ആകെ 452 പോയിൻറ്റ്സിൻ്റെ ഇടിവാണ് നിഫ്റ്റിയിലുണ്ടായത്. 1.72% ഫോള് നടത്തി. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിയുന്ന ഇറ്റേണൽ 0.93% റാലി നടത്തി. SBI ലൈഫ് 0.58% റാലി നടത്തി. ICICI ബാങ്ക് 0.51%, ബജാജ് ഫിനാൻസ് 0.33% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡാൽകോ 3.68% ഫോളോ കണ്ടു. ജിയോ ഫിനാൻസ് 3.28% ഫോളോ കണ്ടു. ONGC 3.20%, വിപ്രോ 3.18%, L&T 3.09%, ടെക് മഹീന്ദ്ര 2.91%, ഡോക്ടർ റെഡ്ഡി 2.89%, JSW സ്റ്റീൽ 2.85%, TCS 2.78% and Adani Enterprise 2.64% ഫോളോ കണ്ടു. ഇതൊരു ബയോസ് അല്ല, റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നാളെ USD Forex റിസർവ് ഡേറ്റ 9 ജനുവരിക്ക് വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.